ഒരു കുടുംബത്തിലെ 3 പേരെ ഒന്നിച്ച് വിധി കവർന്നെടുക്കുക. വല്ലാത്തൊരു ക്രൂരത തന്നെയാണ് ബത്തേരി ചീരാൽ പഴൂർ സ്കൂളിനോട് ചേർന്നുള്ള ആ കൊച്ചു വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തോട് വിധി ചെയ്തത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും സന്തോഷങ്ങളും പ്രതീക്ഷകളും ഒരു നിമിഷത്തിൽ അവസാനിക്കുന്നത് കാണുമ്പോൾ ഹൃദയം തകരാതിരിക്കാനാവില്ല. ഇന്നലെ വരെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആ കുടുംബത്തിലെ 3 പേരാണ് ഒരുമിച്ച് വിട പറഞ്ഞു പോയത്. ആ കുടുംബത്തെ പോറ്റിയിരുന്ന അച്ഛനും കുടുംബത്തിന്റെ വിളക്കായിരുന്ന അമ്മയും നാളെയുടെ പ്രതീക്ഷയായിരുന്ന +1കാരനായ മകനും ഓർമ്മയായി മാറിയപ്പോൾ അവിടെ ബാക്കിയായത് ആ വൃദ്ധ ദമ്പതികളും അവരുടെ കൊച്ചുമകനും മാത്രമാണ്. ജീർണാവസ്ഥയിലുള്ള ആ കൊച്ചു വീടിന്റെ വരാന്തയിലൊന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാതെ ദൂരെ എവിടേക്കോ നോക്കിയിരിക്കുകയാണ് അറുമുഖൻ എന്ന ആ വൃദ്ധൻ. വീടിനുള്ളിൽ നിന്നും അറുമുഖന്റെ ഭാര്യ ലീലയുടെ നിലവിളി സ്കൂൾ മുറ്റം വരെ കേൾക്കാം. പുലർച്ചെ വീട്ടിൽ നിന്നും ഇറങ്ങിയ മകൻ ബാബുവും ഭാര്യ ഷിജിയും കൊച്ചുമകൻ അമലും ഇനിയില്ലെന്ന സത്യം ആ ദമ്പതികൾക്ക് ഇതുവരെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. തന്റെ കൂടപ്പിറപ്പിനെയും മാതാപിതാക്കളെയും നഷ്ടമായ ഇവരുടെ മൂത്ത മകനായ അഭിജിത്തിന്റെ വേദന സഹിക്കാൻ കഴിയാത്തതാണ്. നിലവിളിച്ച് കരയുന്ന അഭിജിത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ബന്ധുക്കൾക്ക് കഴിയുന്നില്ല. പഴൂർ മൂച്ചിയിൽ ബാബു എന്ന നാരായണനും ഭാര്യ ഷിജിയും ഇവരുടെ മകനായ അമലും അപകടത്തിൽ മരണപ്പെട്ടുവെന്ന വാർത്തയറിഞ്ഞതോടെ നാട് ഒന്നാകെ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. വൈകിട്ട് 5:15 മൂവരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാട് ഒന്നാകെ തേങ്ങി. 6 പേർ താമസിച്ചിരുന്ന ആ കൊച്ചു വീട്ടിൽ ഇനി 3 പേർ മാത്രം ബാക്കി. പക്ഷേ ഇനി എങ്ങനെ മുന്നോട്ടു പോകണമെന്നറിയാതെയാണ് ആ കുടുംബം നിസ്സഹായരായി നിൽക്കുന്നത്. ബാബുവിന്റെ ചികിത്സയ്ക്കും മരുന്ന് വാങ്ങുന്നതിനുമായാണ് സ്വന്തം ഓട്ടോറിക്ഷയിൽ ഇവർ കഴിഞ്ഞ ദിവസം പുലർച്ചെ 5:45 കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. അച്ഛനും അമ്മയും പോകാനൊരുങ്ങിയപ്പോൾ ഇളയ മകനായ അമലും ഒപ്പം കൂടുകയായിരുന്നു. ബസ്സിൽ പോയാൽ മതിയെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ബാബു പിന്നീട് ഓട്ടോറിക്ഷയിൽ തന്നെ പോകാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ആ തീരുമാനത്തിന് 3 പേരുടെ ജീവന്റെ വിലയുണ്ടായിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. കോടമഞ്ഞ് നിറഞ്ഞ റോഡിൽ എതിരെ വന്ന KSRTC ബസ്സുമായി ശക്തമായി ഇവരുടെ ഓട്ടോ കൂട്ടിയിടിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തു നിന്നും മാനന്തവാടിയിലേക്ക് വരികയായിരുന്ന KSRTC മിന്നൽ ബസ്സുമായാണ് കൂട്ടിയിടിച്ചത്. ബാബു തൽക്ഷണം തന്നെ മരണപ്പെട്ടു. ഷിജിയെയും അമലിനെയും ഉടൻ തന്നെ മേപ്പാടിയിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വർഷങ്ങളായി ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ബാബു. പഴവൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിലെ നഴ്സറി വിഭാഗത്തിൽ താൽക്കാലികമായി ആയയായി ജോലി ചെയ്യുകയായിരുന്നു ഷിജി. സെന്റ് ആന്റണീസ് സ്കൂൾ മുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം 7 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. അമലിന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനായി സഹപാഠികളും അധ്യാപകരും എല്ലാം അവിടേക്ക് എത്തിയിരുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധയോ അല്ലെങ്കിൽ വിധിയുടെ ക്രൂരതയോ എന്താണെങ്കിലും അവിടെ നഷ്ടമായത് 3 വിലപ്പെട്ട ജീവനുകളും ഒരു കുടുംബത്തിന്റെ സന്തോഷവുമാണ്. നിത്യവൃത്തിക്കായി അധ്വാനിച്ചിരുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അപ്രതീക്ഷിത വിയോഗം നാട്ടുകാരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംസ്കാരം നടത്തി. എന്തായാലും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. ആ കുടുംബത്തിന് ഈ വലിയ നഷ്ടം താങ്ങാനുള്ള കരുത്ത് ലഭിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.